KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം തമ്മിൽ കടുത്ത മത്സരമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ചവിട്ടിത്തേച്ചവർക്കെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മദ്യനയം, യെച്ചൂരിയുടെ നിലപാട് മാറ്റം സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദം മൂലമെന്ന് VM സുധീരൻ. ഇന്ധനവില വർധന മോദി സർക്കാരിന്റെ മെയ് ദിന സമ്മാനമാണെന്ന് സീതാറാം യെച്ചൂരി. വർഗീയ പ്രസംഗം, KC അബുവിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരസ്യശാസന. നരേന്ദ്രമോദി ബിരുദാനന്തര ബിരുദമെടുത്തത് 62% മാർക്കോടെയെന്ന് VC. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ ജാഗ്രത പാലിക്കണം. സൂര്യാതപം ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ 11 മണി മുതൽ 3 മണിവരെ പുറം ജോലികൾ കഴിവതും ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ സേന ആവശ്യപ്പെട്ടു. സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനായി മുൻകരുതൽ എടുക്കാനും ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം തമ്മിൽ കടുത്ത മത്സരമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ഇരുമുന്നണികളും തുല്യശക്തികളായി നിൽക്കുന്നു. UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് പറയാൻ ഇപ്പോൾ തനിക്കും കഴിയില്ല. ഇനിയുള്ള 15 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് UDF വിജയം നേടണം. ഇത് തന്റെ സത്യസന്ധമായ വിലയിരുത്തലാണെന്നും AK ആന്റണി പറഞ്ഞു. കാസർകോട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോക്കുകയാണെങ്കിൽ ഒരു കടുത്ത മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത്. UDF LDF തമ്മിലൊരു പൊരിഞ്ഞ കടുത്ത മത്സരം പോലെ എനിക്ക് തോന്നുന്നത്. രണ്ടു കൂട്ടരും ഏതാണ്ട് തുല്യശക്തികളായിട്ട് ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ഒരു 15 ദിവസം ഉള്ള പ്രവർത്തനം കൊണ്ടാണ് അവസാനം ജയിക്കേണ്ടത്. അത് UDF സാധിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഭീഷണിപ്പെടുത്താതെ. ഗവൺമെന്റ് അല്ലേ കയ്യിലുള്ളത്, CBI അല്ലേ കയ്യിലുള്ളത്, ED അല്ലേ കയ്യിലുള്ളത്. കുറ്റക്കാർക്കെതിരെ ആക്ഷൻ എടുക്കുക. കൊടുത്തവർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കുക, വാങ്ങിച്ചവർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കുക. വീരസ്യം പറയാതെ. ഭരണകക്ഷി വീരസ്യം പറയരുത്. ഇതിനെക്കുറിച്ച് ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചതിന് ഒറ്റ ഉത്തരവേ പറഞ്ഞത്, വീരസ്യം പറയാതെ ആക്ഷൻ എടുക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെ വില ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും 10 പ്രാവശ്യം കൂട്ടി. 1 ലക്ഷം കോടി രൂപയോളം സാധാരണക്കാരന്റെ മുഖത്തും സർക്കാർ തട്ടിക്കളിപ്പിച്ചു. ഇതൊക്കെ ഈ ഇലക്ഷൻ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷെ എല്ലാ വിഷയവും കൂടെ ഈ May 1-ാം തീയതി ഞാനിവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ സൗഹാർദ്ദപൂർണമായിട്ടുള്ള ക്ഷണം നിരസിക്കാനുള്ള മനസ്സില്ലാത്തതോടെ ഞാൻ വന്നതല്ലേ. ഇതൊക്കെ നമുക്ക് ഇനി ചർച്ച ചെയ്യും. 2 ആഴ്ച കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ മതേതര വോട്ടർമാർക്ക് കൈപ്പിഴ സംഭവിക്കരുത്. BJP-യും RSS-ഉം ഉൾപ്പെടുന്ന വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം. VS-ന്റെ കോളിളക്കം കൊണ്ട് LDF-ന് വോട്ട് കൂടില്ല. 2 വർഷത്തെ ഭരണം കൊണ്ട് BJP സർക്കാർ രാജ്യത്തെ സാമൂഹികാന്തരീക്ഷം കലുഷിതമാക്കിയെന്നും AK ആന്റണി കാസർകോട്ട് പറഞ്ഞു. മദ്യനയത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിലപാട് മാറ്റിയെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. യെച്ചൂരിയുടെ നിലപാട് മാറ്റം സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ്. സംസ്ഥാനത്തെ CPM നേതാക്കൾ മദ്യലോബിയുടെ പണിയാളുകളായി മാറിയെന്നും VM സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി തന്നെ നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തി കേരള നേതാക്കൾ മദ്യലോബിയുമായി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി
സ്വീകരിച്ചു വന്ന ആ നയത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. അവരുടെ സമ്മർദ്ദത്തിന് അദ്ദേഹം വഴിപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇന്ന് അദ്ദേഹത്തിന്റേതായി കാണുന്ന ചില പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. CPM അധികാരത്തിലെത്തിയാൽ പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നലെ പറഞ്ഞിരുന്നു. മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറക്കുക എന്നതാണ് CPM നയം. മദ്യനിരോധനം പ്രായോഗികമാണെന്ന് കരുതുന്നില്ല. ബാറുകൾ പൂട്ടിയതുകൊണ്ട് മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടില്ലെന്നും ഇതിനുള്ള മാർഗം LDF അധികാരത്തിലെത്തിയ ശേഷം സ്വീകരിക്കുമെന്നും യെച്ചൂരി കൊച്ചിയിൽ ഇന്നലെ പറഞ്ഞു. ഇന്ധനവില വർധന മോദി സർക്കാരിന്റെ മെയ് ദിന സമ്മാനമാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പെട്രോൾ ഡീസൽ വില ഇന്നലെ രാത്രിയാണ് വർദ്ധിപ്പിച്ചത്. പെട്രോൾ ലിറ്ററിന് 1 രൂപ 6 പൈസയും ഡീസലിന് 2 രൂപ 94 പൈസയുമാണ് കൂട്ടിയത്. അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് നിലവിൽ വന്നു. കഴിഞ്ഞ 15-നാണ് ഇന്ധനവില അവസാനമായി പുതുക്കിയത്. അന്ന് പെട്രോളിന് ലിറ്ററിന് 74 പൈസയും ഡീസലിന് 1.5 പൈസയും കുറച്ചിരുന്നു. ടെലിഫോൺ മേഖലയിലെ സ്വദേശിവൽക്കരണം നടപടികൾ പുരോഗമിക്കുന്നതായി ടെലിഫോൺ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി പറഞ്ഞു. വിശദാംശങ്ങൾ കരീം എലംകുളം നൽകുന്നു. സൌദിയിലെ ടെലിഫോൺ വിവരസാങ്കേതിക മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന പദ്ധതി ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ടെലിഫോൺ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ സുവൈൽ പറഞ്ഞു. വിവരസാങ്കേതിക മന്ത്രാലയം, തൊഴിൽ വകുപ്പ്, വാണിജ്യം, നഗരസഭ എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക ലക്ഷ്യമിട്ടാണ് മൊബൈൽ ടെലിഫോൺ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത്. ദേശീയാടിസ്ഥാനത്തിൽ പ്രധാന മേഖലകളിലൊന്നാണിത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം, മീഡിയ തുടങ്ങിയ മേഖലകളുമായും ഇവക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മൊബൈൽ ഫോൺ രംഗത്ത് സ്വദേശിവൽക്കരണം ഊർജിതമാക്കാനാവശ്യമായ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും മന്ത്രാലയം നൽകുന്നുണ്ട്. പരിശീലന പരിപാടികൾ നടപ്പാക്കി വരികയാണ്. ഏതൊക്കെ ജോലികളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നും നിർണയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മുൻഗണനാക്രമത്തിൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന് നിശ്ചയിച്ച സമയപരിധി ആദ്യഘട്ടം അവസാനിക്കാൻ ഏകദേശം 1 മാസം ബാക്കി നിൽക്കെ നടപടികൾ കൂടുതൽ ഊർജിതമാക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ജൂണിന് മുമ്പായി 50% സെപ്റ്റംബറിനുള്ളിൽ 100% സ്വദേശി ജീവനക്കാർ ആയിരിക്കണമെന്നാണ് നിയമം. പ്രഖ്യാപനം വന്നതു മുതൽ സ്വദേശിവൽക്കരണത്തിനുള്ള നടപടികൾ തൊഴിൽ മന്ത്രാലയം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്വദേശികളായ യുവതീ യുവാക്കളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുകയും വിവിധ മേഖലകളിലെ സാങ്കേതിക തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ മൊബൈൽ ഫോൺ വിൽപ്പന, റിപ്പയറിംഗ് മേഖലകളിൽ പരിശീലനം നൽകുകയും ജോലികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സ്വദേശികൾ ഇതിനകം പരിശീലനം പൂർത്തിയാക്കി. നിശ്ചിത സമയപരിധിക്ക് മുമ്പായി സ്വദേശികളെ നിയമിക്കാനുള്ള ശ്രമത്തിലാണ് പല മൊബൈൽ കടയുടമകളും. ആവശ്യമായ സ്വദേശി ജോലിക്കാരെ ലഭിക്കാത്തത് പലരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. തിരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ വർഗീയ വികാരമുണർത്തുന്ന രീതിയിൽ പ്രസംഗം നടത്തിയ കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിനെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി ശാസിച്ചു. KC അബു നൽകിയ വിശദീകരണം കമ്മീഷൻ തള്ളി. ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥി MP ആദം മുൻസിയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലാണ് അബു വിവാദ പ്രസംഗം നടത്തിയത്. ഒരു മുസ്ലിം സാമുദായിക സംഘടനാ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ LDF സ്ഥാനാർത്ഥിയും കോഴിക്കോട് മേയറുമായ VKC മുഹമ്മദ് കോയ തോൽക്കണമെന്നും അല്ലെങ്കിൽ സമുദായത്തിന് ഒരു മുസ്ലിം മേയറെ നഷ്ടപ്പെടുമെന്നും പറഞ്ഞുവെന്നായിരുന്നു അബുവിന്റെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദമെടുത്തത് 62.7% മാർക്ക് നേടിയെന്ന് ഗുജറാത്ത് സർവകലാശാല VC. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ വിവരാവകാശ നിയമപ്രകാരം പരസ്യമാക്കണം എന്നാവശ്യപ്പെട്ടതോടെയാണ് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചർച്ചാ വിഷയമായത്. ഡൽഹി സർവകലാശാലയിൽ നിന്ന് BAയും ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയെന്നായിരുന്നു മോദി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടിയായി തങ്ങളുടെ പക്കൽ വിശദാംശങ്ങളൊന്നുമില്ല എന്ന മറുപടിയാണ് ഡൽഹി സർവകലാശാല നൽകിയിരിക്കുന്നത്. 1978 നരേന്ദ്രമോദി എന്നു പേരുള്ള എത്ര പേർ കറസ്പോണ്ടൻസായി BA പാസായി എന്ന ചോദ്യത്തിന് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞാണ് ഡൽഹി സർവകലാശാല മറുപടി നൽകാതിരുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി.
സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടി ചുണരാം നമുക്കു ഗതിവേഗം. അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSF മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം. കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. അധികാരം ഉപയോഗിച്ച് ചവിട്ടിത്തേച്ചവർക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹം പ്രതികരിക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രാഷ്ട്രീയമായി സംഘടിക്കുക മുസ്ലിം ജമാഅത്തിന്റെയോ SYSന്റെയോ നയമല്ല. അതുകൊണ്ട് ചവിട്ടിത്തേക്കാമെന്ന് ധരിക്കുന്നവർക്കെതിരെ തങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. മദ്രസയ്ക്ക് തീയിട്ടവരെയും അത്തരം അത്യാഹിതമുണ്ടായപ്പോൾ തിരിഞ്ഞുനോക്കാത്തവരെയും ഇരുത്തേണ്ടയിടത്ത് ഇരുത്തും. അധികാരത്തിന്റെ തണലിൽ നിന്ന് സമുദായത്തിലെ ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതികരിക്കാനുള്ള ബാധ്യത എല്ലാ മനുഷ്യർക്കുമുണ്ടെന്നും കാന്തപുരം ഉസ്താദ് ഓർമ്മിപ്പിച്ചു. കണ്ണൂർ പോലീസ് മൈതാനിയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സാരഥികൾക്ക് നൽകിയ പൌരസ്വീകരണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കാരണം നാം ആരെയും എതിർക്കൽ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മുടെ സംഘടന ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു കക്ഷിയെ എതിർക്കണമെന്നോ പരാജയപ്പെടുത്തണമെന്നോ തോൽപ്പിക്കണമെന്നോ ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കൂല, അത് വിജയിക്കുകയില്ല. നമുക്കങ്ങനെ യാതൊരു ലക്ഷ്യവും ഇല്ല. നമ്മുടെ ലക്ഷ്യം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് പ്രായം ചെന്നവരിലൂടെയും കൂടുതൽ പ്രാപ്തരായ ആളുകളിലൂടെയും എല്ലാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. SYSന്റെ പ്രായം കഴിഞ്ഞാലും ഉള്ളവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കണം. അതിനൊരു സംഘടന വേണം. അതേസമയം ഇങ്ങനെ ഒരു ജനറൽ സംഘടന ഇവിടെ ഉണ്ടായാൽ മാത്രമേ ഈ ഗവൺമെന്റിനെ ബന്ധപ്പെടാനും ഗവൺമെന്റുമായി സംസാരിക്കാനും എല്ലാം കഴിയുകയുള്ളൂ എന്നുകൂടി ചിന്തിച്ച് അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് എന്ന് നിങ്ങൾ അറിയിച്ച് ഞാൻ വഖഫ് ബോർഡിൽ കാര്യങ്ങൾ നടക്കേണ്ടത് ന്യായമായിട്ടായിരിക്കണം, അല്ലാതെ കുത്തകയാക്കി വെച്ചവരുടെ ഇഷ്ടത്തിനാകരുത്. കാരുണ്യ സ്ഥാപനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ ഈയിടെ കൊണ്ടുവന്ന JJ ആക്ട്. ഇത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ വകുപ്പ് മന്ത്രി തലയാട്ടി ഒത്താശ നൽകി. കോടതിയാണ് 6 മാസത്തേക്ക് ഈ നിയമം തടഞ്ഞുവെച്ചത്. നമുക്ക് ആലോചിക്കാനും പ്രവർത്തിക്കാനും സാവകാശം നൽകിയതും കോടതിയാണ്, അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ ഹാമിദ് കോയമത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഹാമിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ, ഫളൽ കോയമത്തങ്ങൾ കുറ, ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, AP അബ്ദുൽ കരീം ഹാജി ചാലിയം, KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം തുടങ്ങിയവർ സംസാരിച്ചു. മർക്കസ് ഹാദിയ അക്കാദമിയിൽ +1ലേക്ക് നേരത്തെ അപേക്ഷ നൽകിയവർക്കും പുതുതായി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമുള്ള അഡ്മിഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവ നാളെ നടക്കും. പുതുതായി അപേക്ഷിക്കാനുദ്ദേശിക്കുന്നവർ പൂരിപ്പിച്ച അപേക്ഷ നാളെ രാവിലെ 10 മുമ്പായി ഓഫീസിലെത്തിക്കണം. അപേക്ഷാ ഫോറം ഓഫീസിലും www.markasonline.com ലഭ്യമാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മദ്യനയം, യെച്ചൂരിയുടെ നിലപാട് മാറ്റം സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദം മൂലമെന്ന് VM സുധീരൻ. ചവിട്ടിത്തേച്ചവർക്കെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വർഗീയ പ്രസംഗം, KC അബുവിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരസ്യശാസന. ഇന്ധനവില വർധന മോദി സർക്കാരിന്റെ മെയ് ദിന സമ്മാനമാണെന്ന് സീതാറാം യെച്ചൂരി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMICnewstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്.